വെള്ള വസ്ത്രം ധരിച്ച് കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് ചെറിയ വരുമാനം കൊണ്ട് ഒതുങ്ങി ജീവിച്ച് വയറ് മുറുക്കി കൊടുത്ത് കുളിക്കാനും പ്രാഥമിക കർമ്മം നിർവഹിക്കാനൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വന്ന് കുറേ ആൾ ഉസ്താദെ നിങ്ങളത് ചെയ്യാൻ പാടില്ല പറഞ്ഞ് അതിനൊക്കെ മാറ്റി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ ആൾ ബിസിനസ് കൊണ്ടുവന്ന് ഒരു കുറേ സന്തോഷം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഉയർന്നു പറക്കുന്ന മഹാനായ കാക്കയുടെ പേരാണ് ഉമർ ഉസ്താദ് കൊടുവള്ളി. ഇന്ന് ഒരുപാട് മദ്രസ അധ്യാപകരുടെ ജീവിതത്തിലേക്ക് 3500 മുതൽ 7000 വരെ ശമ്പളം വാങ്ങിയവരിൽ നിന്ന് ആഴ്ച വരുമാനം 25,000, 50,000, 1 ലക്ഷം രൂപയ്ക്ക് മേലെ വാങ്ങിച്ചു കൊടുക്കാവുന്ന തരത്തിലേക്ക് നമ്മളെ ഉമർ ഉസ്താദ് ഉയർന്നതിൻ്റെ പിന്നിലുള്ള കഥയാണ് ഞാൻ ഇപ്പം കൂടെ പറഞ്ഞത്. ഇവിടെ ആദ്യത്തെ തീരുമാനം മാറി ചിന്തിക്കലാണ്. ഇത്രയും കാലം ഞാൻ പഠിച്ചു വെച്ചത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭൂമി പരന്നതാണെന്ന് ചിന്തിച്ച് ജീവിച്ച ഒരുപാട് വർഷങ്ങൾ മനുഷ്യനുണ്ടായിരുന്നു. അവിടുന്ന് അവന് മനസ്സിലായി അത് തെറ്റായിരുന്നു, ഭൂമി ഉരുണ്ടതാണ് എന്ന്. ഇനിയും ഞാൻ കാണുന്നത് പരന്നിട്ടാണ്, പരന്നത് തന്നെ അവർ വാശി പിടിക്കരുത്. ലോകം മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ആ മാറ്റത്തിനൊപ്പം പല സത്യങ്ങളും പുറത്തു വരും. ആ സത്യങ്ങൾ അവനവന്റെ ചിന്തയിൽ ശരിയാണോ അല്ലയോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ട് അത് ബോധ്യമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണോ. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നിങ്ങളൊരു പക്ഷേ ഇന്നലകളിൽ മണീച്ചേനെ കണ്ടിട്ടുണ്ടാവും, ആൾക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടാവും, തട്ടിപ്പുകാരെ കണ്ടിട്ടുണ്ടാവും, പിടിച്ചുപോരൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളെ വേദനിപ്പിച്ചവരെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് തന്നെയാണ് എല്ലാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതൊരു പക്ക കച്ചവടമാണ്. ലോകത്ത് പണക്കാരെ സൃഷ്ടിക്കുന്നത്, സമ്പന്ന സൃഷ്ടിക്കുന്നത് കച്ചവട ബിസിനസ്സാണ്. ലോകത്ത് പണക്കാരെ സൃഷ്ടിക്കുന്നത്, സമ്പന്ന സൃഷ്ടിക്കുന്നത് ബിസിനസ്സാണ്, അതല്ലാതെ ജോലിയല്ല. നമ്മളെല്ലാവരെയും അധ്യാപകം പഠിപ്പിച്ചതും രക്ഷിതാക്കൾ പഠിപ്പിച്ചതും നന്നായി പഠിച്ചൊരു ജോലി വാങ്ങാനാണ്. പക്ഷേ ലോകത്തെ പണക്കാരെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ബിസിനസ്സുകാരാ, ജോലിക്കാരല്ല. ആ ഒരു മാറുന്ന ചിന്ത അനിവാര്യമാണ് നമുക്ക്. ഇനി ഓരോ കാലഘട്ടത്തിലും ചെയ്യാവുന്ന ഓരോ ബിസിനസ്സുകളുണ്ട്. 1940 വരെ ലോകത്ത് വിജയിച്ചവർ പണക്കാർ, ഭൂവുടമ, ജന്മിമാരാ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ജന്മിമാരുണ്ടായിരുന്നു, ഭൂവുടമകളുണ്ടായിരുന്നു. 1940 ശേഷം പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ആളുകൾ വ്യവസായങ്ങൾ തുടങ്ങി, ഫാക്ടറികൾ ലോകത്തെമ്പാടും കെട്ടിപ്പൊക്കി, ഒരുപാട് ഉൽപാദനം തുടങ്ങി. ആ ഉൽപാദനം തുടങ്ങിയതിൽ ഏറ്റവും മികച്ച ഉൽപാദനം എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച വ്യവസായം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇരുമ്പുരുക്ക് വ്യവസായമായിരുന്നു. 1940 മുതൽ 60 വരെ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരെ സൃഷ്ടിച്ചത് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. 1940 മുതൽ 60 വരെ സ്റ്റീൽ ഇൻഡസ്ട്രി വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിൽ 80 കഴിഞ്ഞപ്പോൾ ലോകത്ത് വീണ്ടും ഒരു മാറ്റം ഉണ്ടായി. അത് പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തമായിരുന്നു. പിന്നീട് അങ്ങോട്ട് റവല്യൂഷൻ ആയിരുന്നു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിക്കകത്ത്. ആരൊക്കെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ അവനൊക്കെ വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. 60 മുതൽ 80 വരെ ലോകം ഭരിച്ചത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയാണ്. 80 കഴിഞ്ഞപ്പോൾ ലോകത്തെമ്പാടും വീണ്ടും ഒരു മാറ്റം ഉണ്ടായിട്ടത് അത് ഇലക്ട്രോണിക്സിന്റെയും കമ്പ്യൂട്ടറിന്റെയും കാലഘട്ടമാണ്. ഇന്ത്യ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തത് 1990 ശേഷമാണ്. 80 മുതൽ 2000 വരെ ഇലക്ട്രോണിക്സിന്റെയും കമ്പ്യൂട്ടറിന്റെയും വ്യാപകമായ പ്രചാരണം നടന്നു. 2000 കഴിഞ്ഞപ്പോൾ ഒരു പുതിയ മേഖല നമ്മുടെ മുമ്പിലേക്ക് വന്നു, അത് IT ആണ്. അതുവരെ നമുക്കൊന്നും കേട്ടുപരിചയമില്ലാത്ത ഒരു പുതിയ മേഖലയെ ലോകം ആക്സെപ്റ്റ് ചെയ്തു, അത് സ്വീകരിച്ചു. പക്ഷേ ഇന്ന് IT തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. ഈ കഴിഞ്ഞ 2026 ജനുവരി മാസം 1-ാം തീയതി പിറന്നത്, അന്നത്തെ പത്രം ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ മാതൃഭൂമി പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് 1.5 ലക്ഷത്തിലധികം IT തൊഴിലാളികളെ പല കമ്പനികളും ഇന്ത്യയിൽ പിരിച്ചുവിട്ടുവെന്നാണ്. അതിൽ 32,000 ആളെ പിരിച്ചുവിട്ടത് ടാറ്റ കമ്പനിയാണ്. IT തകർന്നു. ITക്ക് പകരമായി വളർന്നുകൊടുക്കുന്നത് AI ആണ്. അത് AGI എന്നും ASI എന്നും പുതിയ ഡെവലപ്മെന്റിലേക്ക് പോവുക. അതുകൊണ്ട് വരുമ്പോഴേക്കും നിലവിൽ IT മേഖലയിൽ തൊഴിലെടുത്തിട്ടുള്ള 70% ആളുകളും തൊഴിൽ ശാലയിൽ പുറത്തേക്ക് വരുന്ന കണക്ക്.
ഇനി വരാൻ പോകുന്ന 5-10 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ 2 ലക്ഷത്തിലധികം വരുന്ന ടാക്സി തൊഴിലാളികൾ തൊഴിലില്ലാതെ പുറത്തേക്ക് വരുന്ന കണക്ക്. ഇന്ന് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ മുഴുവൻ പണം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കണക്ക്. അതൊക്കെ ഇനി റോബോട്ടുകൾ നിയന്ത്രിക്കാൻ പോകുന്നത്. അതിന് AGI സഹായിക്കൂ. കമ്പ്യൂട്ടറുകളൊക്കെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഇനി ബാങ്കിങ് മേഖലയിൽ ജോലി എടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും മലപ്പുറത്ത് ബ്രാഞ്ചിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു 10-20 തൊഴിലാളികൾ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള 1-2 പേരൊക്കെ ബാങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് ഒരു ബ്രാഞ്ചിനകത്ത് ജീവനുള്ള 2 പേരേ ഉണ്ടാവുള്ളൂ. ഒരു ബ്രാഞ്ച് മാനേജറും ഒരു അസിസ്റ്റന്റ് ആവും. ബാക്കി മുഴുവൻ AI ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ AGI ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വലിയ ഇൻകം വാങ്ങുന്ന തൊഴിലാളികളെല്ലാം ആ തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് 1940 മുതൽ കൊണ്ടായ മാറ്റം വെച്ച് 2000 കഴിഞ്ഞ് 2020 ആകുമ്പോൾ ലോകത്തെ വലിയ പണക്കാരൊക്കെ, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധന്മാരായിട്ടുള്ള റോബർട്ട് കിയോസാക്കിയോടും പോൾസൺ പിൽസർ എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഇന്നും ജീവിക്കുന്ന ഇതിഹാസം, അവരോടൊക്കെ ചോദിക്കുകയാണ് ഇനി ഏത് മേഖലയാണ് ലോകത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അയാൾ പറയാണ് ഈ ലോകത്ത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വെൽനസ് ഇൻഡസ്ട്രിയാണ്. പോൾസൺ പിൽസർ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും മികച്ച പുസ്തകത്തിന്റെ പേരാണ് വെൽനസ് റവല്യൂഷൻ. ഇപ്പോ ഗൂഗിൾ കയറി സൈറ്റ് കിട്ടുമോ സാധനം? വെൽനസ് റവല്യൂഷൻ. ആ റവല്യൂഷനാണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്നത്. ഈ മാറ്റം ഇന്നലെകളിലൊക്കെ പണക്കാർ മാത്രമേ അറിയുന്നുള്ളൂവെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളെ മൊബൈൽ ഫോണുകൾ മിനി കമ്പ്യൂട്ടർ ആയപ്പോൾ എനിക്കും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഏത് സാധാരണക്കാരും ഇന്ന് എല്ലാ അറിവും കിട്ടുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുന്നുണ്ടെങ്കിൽ റീൽസ് കാണുന്നതിന് പകരം, വാട്സപ്പ് നോക്കുന്നതിന് പകരം ഇത്തരം ഇൻഫർമേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മികച്ച മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി. ആ വെൽനസ് ഇൻഡസ്ട്രിക്കകത്ത് ഇന്ത്യയെ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങളൊന്നാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കാർഷിക രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കർഷകർ പണിയിൽ പണിയെടുക്കുന്ന സ്ഥലമാണ് ഈ രാജ്യം. അവിടെ കേന്ദ്ര ഗവൺമെന്റ് നോക്കുകയാണ് എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല വലിയ തകർച്ചയിലേക്ക് പോയി കൊടുക്കുക. അതുകൊണ്ട് തന്നെ അതൊന്ന് പിടിച്ചു നിർത്തണം. അതിന്റെ ഭാഗമായ സൈഡ് എഫക്റ്റ് വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖങ്ങൾ മാരകമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അമേരിക്കയിലെ ഒരു കമ്പനി, ഒരു വ്യവസായ കമ്പനി, വ്യവസായികൾ ഇന്ത്യ രാജ്യത്ത് 25,000 കോടി രൂപ മെഡിക്കൽ മേഖല മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആശുപത്രിയിൽ മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു. കച്ചവടക്കാരാ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, പണം മുടക്കിയ ലാഭം കിട്ടുന്നത് എവിടെ നോക്കിയ സമയത്ത് അവരത് കണ്ടെത്തിയ കേരള. കാരണം പാടങ്ങൾ, നിലവലികൾ ഇങ്ങനെ തകർന്നു പോയൊരു മേഖല വേറെ ഇല്ല. അതിൽ 2500 കോടി കൊണ്ടുപോയി മുടക്കിയത് കോഴിക്കോട് ഒരു ആശുപത്രിയില്ല. ഹലോ, വ്യവസായികൾ ഒരു മേഖലയിൽ പണം മുടക്കുന്നത് പുണ്യം കിട്ടാനോ ലാഭം കിട്ടാനോ? നിങ്ങളീ പറഞ്ഞ ഏതെങ്കിലും ട്രസ്റ്റാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം, ഓ നന്നായി, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത്. ഇത് പ്രൈവറ്റ് സെക്ടറിൽ വലിയ മത്സരം നടക്കുമ്പോൾ ഏറ്റവും മികച്ച ലാഭം കൊയ്യാൻ വേണ്ടിയ പണം കൊണ്ടു മുടക്കുന്നത്. അതിന് കാരണം എന്താ? കാർഷിക മേഖല ഏറ്റവും നന്നായി തകർന്ന, പൂർണ്ണമായും തകർന്ന ഒരു സ്റ്റേറ്റായി വേണേൽ കേരളത്തിൽ കാണാം. കാർഷിക മേഖല തകർന്നാൽ കൃഷിഭൂമി കുറയും, കൃഷിഭൂമി കുറഞ്ഞാൽ അധ്വാനം കുറയും, അധ്വാനം കുറഞ്ഞാൽ ആരോഗ്യം കുറയും, ആരോഗ്യം കുറഞ്ഞാൽ അസുഖം കൂടും. 1990കളിലെ പുതിയ നയത്തിന്റെ ഭാഗമായി ഒരുപാട് വലിയ റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ആ റവല്യൂഷന്റെ ഭാഗമാണ്. ഇന്നത്തെ ബാങ്കിങ് മേഖല ഇങ്ങനെ മാറിയത് ആ റവല്യൂഷന്റെ ഭാഗമാണ്. ഇന്ന് പണം കടം ചോദിക്കുന്നതിന് പകരം പണം പറപ്പിക്കാൻ പറയുന്നത് ആ റവല്യൂഷന്റെ ഭാഗമാണ്. ഫോൺ പേയും ജിപേയും ഒക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷേ കാർഷിക മേഖല തകർച്ചയുണ്ടായത്. ആ കാർഷിക മേഖലയുടെ തകർച്ച അസുഖത്തിലാണ് ആളുകൾ എത്തിക്കുക. ഇന്ന് കേരളത്തിൽ മാത്രം ഒരു ദിവസം 114 പേർക്ക് പുതുതായി ക്യാൻസർ വന്നു കൊടുക്കുന്നു. ലോകത്ത് ഷുഗറിന്റെ പറുദീസ എന്ന് പറയുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ ഷുഗറിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ആയിരിക്കും. ഇന്ത്യയിൽ ഷുഗറിന്റെ, പ്രമേഹത്തിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കേരളമാണ്.
ഇതിനൊക്കെ ചെറുക്കാൻ വേറെ വഴികളൊന്നും നമ്മുടെ മുമ്പിലില്ല. അസുഖം വരാണ്ടിരിക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്നുകിൽ നന്നായി അധ്വാനിക്കണം, അതല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഇത് രണ്ടും മലയാളിക്ക് ഇപ്പൊ പറ്റില്ല. ഹലോ, നിങ്ങൾ പരിചയമുള്ള കരാറ് കോൺട്രാക്ടർമാരുണ്ടെന്ന് ചോദിച്ചു നോക്ക്, ഇപ്പൊ എന്താ അവസ്ഥ എന്ന്. തെരഞ്ഞെടുപ്പിന്റെ പേരും പറഞ്ഞ് ബംഗാളിൽ നാട്ടിൽ പോയതിനു ശേഷം ഒരു പണി നടക്കുന്നില്ല, എല്ലാം പോയി. മമത പറഞ്ഞ് ഇവിടെ വന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ റേഷൻ കാർഡിൽ പേര് കൂട്ടുന്നത്. ഇവരെല്ലാം കൂടി പോയിട്ട് മമതന്റെ പേരം കൂട്ടി, ഇപ്പം ആള് പുറത്തായി. ഹലോ, അത് പറയേണ്ടില്ല എന്നപ്പോ തോന്നുന്നു. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല കേട്ടാ, കൂടുതലങ്ങ് പറഞ്ഞു പോയതാ. അപ്പോ കേരളത്തിൽ പണിയെടുക്കുന്നവരില്ല. ഹോട്ടലിൽ പോയാൽ ചായറ ബംഗാളി, തുടയ്ക്കാൻ ബംഗാളി, അകത്ത് പോയാൽ ബംഗാളി, എവിടെ നോക്കിയാലും ബംഗാളി, കൺസ്ട്രക്ഷൻ മൊത്തം ബംഗാളി, ടൈൽസ് പണിക്ക് ബംഗാളി, ഇന്ത്യൻ ഡെക്കറേഷന് ബംഗാളി. ഹലോ, ഇപ്പോ മലയാളികളെ നമ്മൾ, പ്രത്യേകിച്ച് മലപ്പുറംകാർ, ഗൾഫിൽ എവിടേക്കോ പോയി പണിയെടുത്തിട്ട് കുറേ പൈസ ഇങ്ങോട്ട് അയക്കും. ആ പൈസ മൊത്തം വാങ്ങിയിട്ട് ബംഗാളി നാട്ടിലേക്ക് അയക്കൂ. അതല്ലേ അവസ്ഥ. ശരിക്കും പണിയെടുക്കുന്നത് നമ്മളെ ആൾക്കാർ ആടാ, പൈസ ഉണ്ടാക്കുന്നത് ബംഗാളിൽ പുറത്ത്. നമ്മളടുത്ത് പൈസ ഒന്നുമില്ല. ഈ അവസ്ഥയപ്പോഴത്. ക്യാൻസർ വന്ന ആളുകൾ സ്വന്തക്കാരും ബന്ധുക്കാരും മരിച്ചു വീഴുന്ന കാണുമ്പോൾ, ഷുഗർ വന്ന് പലരുടെയും കിഡ്നി നഷ്ടപ്പെടുകയും കാഴ്ച നഷ്ടപ്പെടുകയും അംഗവൈകല്യം, ഇത് കൈയും കാലൊക്കെ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത് നേരിട്ട് കാണുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം എന്നുള്ളത്. അത് കാണാതിരിക്കുന്നുള്ളൂ. കേരളത്തിൽ മാത്രം ഒരു ദിവസം 114 പേർക്കാണ് ക്യാൻസർ വന്നു കൊടുക്കുന്നത്. ഒരു ദിവസം. ഒരു വർഷത്തിൽ 45,000 മേലെ ആളുകൾ പുതിയ ക്യാൻസർ പേഷ്യൻസായി മാറുകയാണ്. ഇന്നലെയൊക്കെ പ്രായമുള്ള ആളുകൾ ക്യാൻസർ എന്ന അസുഖത്തെ പേടിയോടെ പറയാം, ക്യാൻസറാ എന്ന്. ആ ക്യാൻസർ എൻ്റെ നിങ്ങളെ കുടുംബത്തിലൊക്കെ ആരൊക്കെയോ പിടിച്ചിട്ടുണ്ട്, നമുക്കറിയാം. തൊട്ടടുത്ത അയൽവാസികൾ ഏതൊക്കെ കുടുംബത്തിൽ കയറിയിട്ടുണ്ട്. നിങ്ങളെ വീടിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട, എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ അവനകത്ത് കയറൂ. അത് കയറാതിരിക്കാനുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ പേരാണ് 95. വേണേ കിട്ടുക. ക്യാൻസർ ചെറുക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന്. നിങ്ങൾ വേണേ ഡോക്ടേഴ്സിനോട് പോയി ചോദിക്കുക. വലിയ ഡോക്ടറൊന്നുമില്ല, നിങ്ങൾ ഡോക്ടറോട് പോയി ചോദിക്കുക, സാർ മാഡം ക്യാൻസർ ബാധിക്കാൻ എന്താ ചെയ്യേണ്ടത്? അവർ പറയും, ക്യാൻസർ ബാധിക്കാൻ നല്ല ആന്റി ഓക്സിഡന്റ് കഴിക്കണം. നല്ല ആന്റി ഓക്സിഡന്റ് എവിടെയാണ് മേഡം കിട്ടുക? എവിടെ സാർ കിട്ടുക? അത് മുള്ളൻചക്കയിൽ ലക്ഷ്മി തെരുവിലുണ്ട്. അതെവിടെ കിട്ടുക? അതവർക്ക് അറിയില്ല. ഇനി അഥവാ മുള്ളൻചക്കയിൽ ലക്ഷ്മി തെരു ഈ പെണ്ണുങ്ങളെ എങ്ങളെ വീട്ടിലോട്ട് കൊണ്ടു തന്ന് നിങ്ങൾ റെഡി ആയിക്കോ, നിങ്ങൾ എന്താക്കാനാ? എന്താക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ പിന്നെ മുള്ളൻചക്കയിൽ ലക്ഷ്മി തെരു തിന്നിട്ട് ക്യാൻസർ ചെറുക്കാൻ പോണില്ല. ചെയ്യാവുന്ന ഒറ്റ പണി മാത്രമേ ഉള്ളൂ. വൈകുന്നേരങ്ങളൊക്കെ പോയിട്ട് 130 ഉറുപ്പ്യ കൊടുത്തൊരു ഷവർമ തിന്നുന്ന നിങ്ങൾക്ക്, 80 ഉറുപ്പ്യയും 100 ഉറുപ്പ്യയും കൊടുത്ത് ജ്യൂസ് വയ്ക്കുന്ന നിങ്ങൾക്ക്, അതിന് പകരം ലോകത്ത്, ഇന്ത്യയില്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് തെളിയിക്കപ്പെട്ട 9 ലക്ഷത്തിന് മേലെ ഒറാക്യു ആയിട്ടുള്ള 95 ജ്യൂസ് ഒരു നേരെങ്കിലും ഒന്ന് കഴിച്ചാൽ ഈ ക്യാൻസറിനെ തടുക്കാം. ക്യാൻസർ വന്നവരെ അതിനകത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനും, സ്ട്രോക്ക് വന്ന് തളർന്നു പോയ ആളുകൾക്ക് തിരിച്ച് ജീവിതത്തിൽ വരുന്നതിനൊക്കെ ഒരുപാട് 95 സഹായിച്ചിട്ടുണ്ട് എന്ന് ഈ അസുഖം വന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ക്യാൻസർ ചികിത്സ മുഴുവൻ 95 ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുകൾ വലിയ മാറ്റം ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, 95 പോലുള്ള നല്ല ആന്റി ഓക്സിഡന്റ് ശരീരത്തിലേക്ക് സ്ഥിരമായി ചെന്ന് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന വലിയ മാരകമായ അസുഖത്തെ ചെറുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് കുറേ ആളുകൾക്ക് നല്ലൊരു ജീവനും ജീവിതമായിരിക്കും. ആ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് നല്ല സമ്പത്ത് വയ്ക്കും. നമുക്ക് സമ്പത്ത് കിട്ടുകയും ചെയ്യും, മറ്റവന് ആരോഗ്യം കിട്ടുകയും ചെയ്യും. ഇത് രണ്ടും ചേർന്ന് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സന്തോഷവും നന്മയും ഒരുമിച്ച് ചേരുന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. പറ്റെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കുക. അപ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എടുക്കാതെ ഒരു സമയത്ത് അങ്ങ് TC ആയിപ്പോയവരും ഒരു ഭാഗത്ത് അങ്ങ് ലെഗ് വാർന്നവരൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയണത്, ഞാൻ വരുമ്പോൾ 6 പ്രൊഡക്റ്റ് അതിനകത്തുള്ളൂ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 22ഓളം പ്രൊഡക്റ്റിലേക്ക് മാറി. ഇപ്പം 147 പ്രൊഡക്റ്റ് ഉണ്ട്.
കമ്പനി MD പറയണത് വരുന്ന 2030 ആകുമ്പോഴേക്കും 1000-ലധികം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവുന്ന. അപ്പോൾ 95 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല, പിന്നെ ഡയബാലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് സ്ത്രീകൾ ഒരുപാട് ആശ്രയിക്കുന്ന ബ്യൂട്ടി പാർലറിലേക്ക് പോവാതെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ ഇപ്പോൾ കമ്പനി 5 പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് വ്യത്യസ്ത തരത്തിൽ, വ്യത്യസ്ത നിറത്തിൽ, ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ, ഏറ്റവും മികച്ച BVയിൽ. പിന്നെ ഐലൈനർ, പുരികത്തിന് നിറം കൂടുന്നത്, ഇതിനെന്താ പറയുക, നെയിൽ പോളിഷ്. ഞാൻ ഇതൊന്നും ഉപയോഗത്തോടെ എനിക്ക് വലിയ പിടിയില്ല. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടുള്ളവരൊക്കെ നല്ല ആരോഗ്യവന്മാരായിട്ടും സ്ത്രീകളൊക്കെ നല്ല സുന്ദരികളായിട്ടും കാണാനും നമ്മളൊക്കെ നല്ല സമ്പന്നരാവാനുള്ള ഉൽപ്പന്ന കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെട്ട കാര്യമില്ല. 5 നിറത്തിൽ മാറി മാറി തേച്ചാൽ മതി. ഹലോ, തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ സുന്ദരിയായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അത് നമ്മളെ കമ്പനി ഉൽപ്പന്നം നമുക്ക് ഒന്നുകൂടി സന്തോഷമായി. ചെറിയ ചെലവിൽ ഇതെല്ലാം തിരിച്ചു പിടിക്കാം. അപ്പോൾ വരുന്ന 2030 ഏറ്റവും ചുരുങ്ങിയത് 1000-ലധികം പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒരു പക്ഷേ ഈ കമ്പനിയുടെ പോക്ക് കണ്ടിട്ട് നേരത്തെ ഇതിന്റെ പാരന്റ് കമ്പനി ഇന്ത്യയിലെ ചില സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ടൈപ്പ് ഉണ്ടാക്കിയിരുന്നു. അവിടുന്ന് നമ്മൾ അരിയും മുളകും പഞ്ചസാര എന്ത് സാധനം വാങ്ങിക്കത് വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്കൊരു BV കയറുന്ന കമ്പനിയുടെ MDയുടെ മകൻ പറഞ്ഞത്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ MD ആണ് പയ്യൻ പറഞ്ഞത്, നിഖിൽ ചന്ദ്ര സാർ പറഞ്ഞത്, ഈ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ഓയിൽ കമ്പനി ആയിട്ട് ടൈപ്പ് ആവുന്നതാണ്. ഇത് പെട്രോളിയം കമ്പനി. ബിജു VK സാർ ചുരുങ്ങിയ 25,000 രൂപയ്ക്ക് 20,000 രൂപയുടെ മേലെ പെട്രോൾ അടിക്കുന്നുണ്ട്. ഇല്ലേ ബിജു സാറേ? 20 അടിക്കില്ലേ? ആ 20,000 അടിച്ചാൽ വെള്ളിക്കൊരു വരുമാനം ഉറപ്പിക്കാന്ന്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളെ കാറിലും നിങ്ങളെ ബൈക്കിലും ഒക്കെ എന്തായാലും പെട്രോൾ ഡീസൽ അടിക്കും, ഒക്കെ തർക്കമൊന്നുമില്ല. അതൊക്കെ അടിക്കുന്ന സമയത്ത് 75% കയറില്ലെങ്കിലും ചെറിയൊരു വരുമാനം നമ്മളെ അക്കൗണ്ടിൽ കയറുന്നു. നമുക്ക് ഉറപ്പിക്കാലോ വരുമാനം. ഭാവിയിലേക്ക് 10,000-കണക്കിന് പ്രൊഡക്റ്റ് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു വേണ്ട, ഈ 1000 പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും പെട്രോളും ഡീസലും എല്ലാം ചേർത്തിട്ട് ഒരു 10,000 രൂപേൻ്റെ ബിസാർക്ക് 22,000 മറ്റേ ഡീസലിന് മാത്രം, പെട്രോൾ മാത്രം വേണോ? ശരാശരി അരിയും പലവ്യഞ്ജനങ്ങളും വെൽനസ് ഉൽപ്പന്നങ്ങളും ഈ കോസ്മെറ്റിക്സും പെട്രോൾ ഡീസലും ഇതെല്ലാം ചേർന്നിട്ട് നിങ്ങളൊരു 10,000 രൂപേൻ്റെ പർച്ചേസ് നടത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഓരോ കുടുംബം മാറുമ്പോൾ, അങ്ങനെ 500-1000 പേര് ടീമിലുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം സമ്പന്നരാവാനുള്ള സാധ്യതയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഏകദേശം 2 ലക്ഷത്തിന് മേലെ ആളുകൾ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? എനിക്ക് തന്നെ കണക്കൂട്ടാൻ പറ്റുന്നില്ല. അത്തരത്തിലേക്ക് ഇൻകം മാറാൻ പോണത്. ഈ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചോ. നിങ്ങളെ കൂടെ വരുന്ന ആളുകളൊക്കെ ഈ മാറ്റത്തിനൊപ്പം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ അതൊക്കെ വലിയൊരു കുതിച്ചാട്ടമായി ഇൻകമായി മാറാൻ നിങ്ങളിത് സഹായിക്കും. അതുകൊണ്ട് നേരത്തെ വന്നവരൊക്കെ ഒന്ന് കണ്ട് കൂട്ടിപ്പിടിച്ച് ആക്ടിവേറ്റ് ആക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്നും പുതിയ ആളോട് ബിസിനസ് പറയാൻ ഒരു മടിയും കാണിക്കരുത് ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് ആളെച്ചെറുക്കലായി കാണണ്ട. തുടക്കത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആളെച്ചെറുക്കലായി തോന്നിയിട്ടുണ്ടെങ്കിൽ ശരി, കൊണ്ടുവന്ന ആളുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന ആളെ ദൈവതുല്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമർ ഉസ്താദ് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അതിനകത്തേക്ക് കൊണ്ടുവന്ന പഴയ ഗൾഫുകാരൻ നമ്മളെ ചേറൂർ സാഹിബ്, ചേറൂർ സാറിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പക്ഷേ തുടക്കത്തിൽ ചേറൂർ സാർക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് അയാള് ഏതവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും ഉമർ ഉസ്താദിന്റെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അയാളുടെ പേര് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ചേർന്ന് ബിജു VK സാർക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും എൻ്റെ പേര് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ അവസരം കൊടുത്ത ഞാനല്ലേ, കൊണ്ടുവന്ന് വളർത്തിയ ഞാനല്ലേ. ഇതേപോലെ നിങ്ങളൊക്കെ കൊണ്ടുവന്ന് വളർത്തുന്ന ആളുകൾ നാളെ നിങ്ങളെ പേര് പറഞ്ഞുകൊണ്ടേ നിൽക്കൂ. അതിന് വളരുന്ന ഇൻഡസ്ട്രി നൽകി, ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി നൽകി നിങ്ങൾ കൂടെ നിൽക്കുക. ഇനി അടുത്ത ഓപ്പറേഷൻ വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. GCC കൺട്രീസിലെല്ലാം നമ്മൾ ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോഴേക്കും ഒരു പക്ഷേ ഇന്ന് ഇവിടെയുള്ള സൗഹൃദങ്ങളെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾ വിദേശത്തുള്ളവരുണ്ട്. ഇത് GCC കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ആദ്യം എത്തിക്കുന്ന ആരേക്കും? ഇന്ത്യ രാജ്യത്ത് ഗൾഫ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് കേരളക്കാരാ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൾഫുകാരുള്ളത് മലപ്പുറത്താണ്. അപ്പോൾ ശരിക്കും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മലപ്പുറം ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് മാറും എനിക്ക് തോന്നുന്നത്. അത്രയും ആളുകൾക്ക് സ്പോട്ടിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മതി, അവരൊക്കെ ബന്ധുക്കൾ മലപ്പുറത്ത് ഏത് വീട്ടിൽ പോയി കയ്യിൽ ഒരു ഗൾഫുകാർ ഉണ്ടാവും. 4 ആൺകുട്ടികളുടെ 3 പേര് മിക്കവാറും പുറത്തായിരിക്കും. അപ്പം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാം. ഏറ്റവും ഈസിയായി അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുക. അവിടെ അറബികളെ സംബന്ധിച്ച് ബൈയിങ് കപ്പാസിറ്റി കുറവൊന്നുമില്ല. അവിടെ സകലത്തിനും ഷുഗർ ഉണ്ട്, സകലത്തിനും കിഡ്നി സ്റ്റോൺ ഉണ്ട്. കിഡ്നി സ്റ്റോൺ സ്വഭാവം എന്താ? എത്ര സർജറി ചെയ്താലും പിന്നെ ഉണ്ടാവും. ആ സമയത്ത് സർജറി ഇല്ലാതെ കിഡ്നി സ്റ്റോൺ മുഴുവനും ഉരുക്കി ഒലിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ അടുത്തുണ്ട്, യൂറിഫ്ലഷ്. ഇത് കൊടുത്താൽ അറബി നാട് മുഴുവൻ നടന്നു വെക്കും. നമ്മളെ 95, നമ്മളെ ഡയബാലൈസ്, അവിടെ ഷുഗർ പേഷ്യൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഷുഗർ പേഷ്യൻസിന് ഡയബാലി ഉപയോഗിച്ചാൽ കിട്ടുന്നതിനേക്കാൾ റിസൾട്ടാണ് ഗൾഫ് കിട്ടി കൊടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അറബികൾക്ക് നമുക്ക് ഇവിടെ ഒരാൾക്ക് അവിടെ ഷുഗർ 400, ഇവിടെ 400, ഇവിടുത്തെ അവിടുത്തെ ഒരേപോലെ ഡയബാലി കൊടുക്കുക. അവിടെയാണ് റിസൾട്ട് കൂടുതൽ. കാരണം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ സലാഡ്സ് വല്ലാണ്ട് കൂട്ടി കഴിക്കുന്നുണ്ട്, ഇല ഭക്ഷണം ഒരു വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇല കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ട് കഷ്ണം മാത്രം തിന്നുന്നവരാ, അത് റൈസ് മാത്രം തിന്നുന്നവരാ, അത് കണ്ടമാനം കഴിക്കുന്നവരാ. അപ്പോൾ ആ ഒരു മാറ്റവും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഗൾഫിലേക്ക് വലിയ സാധ്യത കണ്ടിട്ട് ഹലോ VD സതീശൻ സാറ് ഇപ്പം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്ര മുമ്പ് പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയോ ആൾക്കാർ പറയുന്നത് കേട്ട് 2000 തുടക്കത്തിൽ വണ്ടി കയറി പറവൂർ വന്നിട്ട് അവിടെ നിന്ന് ഗംഭീര പണി തുടങ്ങിയിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് നമ്മളും പ്ലാൻ ചെയ്യുക. ഈ 2027 കഴിയുമ്പോൾ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5 കൊല്ലം 10 കൊല്ലം ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ആണെങ്കിലോ ഇത് ലീഗിൻ്റെ ഓഫീസ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. എന്നാലും പറയാം, രാഷ്ട്രീയത്തിൽ അതിപ്പോൾ ഇടതായാലും വലുതായാലും തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചിട്ട് ആരാ മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ പറയാനായിട്ടില്ല എന്നും പറഞ്ഞുകൂടാ, നാളെയും പറഞ്ഞാൽ മിറ്റനും പറഞ്ഞുകൂടാ. എന്താ RC ആയാൽ KC പുറത്ത്, KC ആയാൽ VD പുറത്ത്, VD ആയാൽ 2 ആളും പുറത്ത്. അപ്പോൾ ഒരാൾക്കല്ലേ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുമിച്ച് നിന്ന് പണിയെടുത്താലും അവസാനം നിൽക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി ഗ്രൂപ്പാവില്ലേ? ഇവിടെ അതുമില്ലെന്ന്. ഇവിടെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു തർക്കവും ഇവിടെ ഇല്ല. പിന്നെ തോറ്റേൻ്റെ വിഷമം അതും ഉണ്ടാവില്ല. ഹലോ, തോറ്റോൽക്കൊരു ബേജാറ് എനിക്കറിയാം. എങ്ങാനത്തെ തോൽവി പ്രതീക്ഷല്ല. ആ ബേജാറും ഇവിടെ ഇല്ല. അവിടെ കുറച്ച് കാര്യമായിട്ട് ഒന്നും ചെയ്യാത്തവർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തും തുടങ്ങിയാൽ മതി. അപാരമായ സാധുള്ള ഇൻഡസ്ട്രിക്കകത്തേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി വരിക. എന്നിട്ട് നന്നായി ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. 1-2 കൊല്ലം കൊണ്ട് ഫാസ്റ്റായ ഒരു ചേഞ്ച് ഈ ഇൻഡസ്ട്രിക്കകത്ത് വരാൻ പോവാണ്. പിന്നെ കമ്പനിയുടെ ലിസ്റ്റ് ഓൾമോസ്റ്റ് ഫൈനലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 13 കമ്പനി ലിസ്റ്റാണ് വരാൻ പോകുന്നത്. ഹലോ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലീഗലായ കമ്പനി ലിസ്റ്റ് പുറത്തുവിടുന്ന ഞാൻ കുറേ കാര്യം പറയുന്നുണ്ട്. രാഷ്ട്രീയമല്ലേ, സർക്കാർ കാര്യങ്ങൾ മുറ പോലെതാണ്. ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അതിനുടനെ വരൂ. അത് മാത്രമല്ല, പലരും പറഞ്ഞു കേട്ടിന് നമ്മളെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് പണ്ടത്തെ നെറ്റ്വർക്ക് ലീഡറാണെന്ന്. അങ്ങനെ ഒരു വിവരം കിട്ടാ, അതും വലിയ സന്തോഷമായിരിക്കുന്നത്. മൂപ്പർക്ക് ഇത് പൾസ് അറിയാലോ. ചെയ്തത് ഏതോ നിങ്ങൾക്കറിയില്ല. എന്തായാലും ശരി, ഇത് പൾസ് അറിയുന്ന ഒരാളെ പിന്നെ മുകളിലുള്ളത്. അപ്പോൾ ലിസ്റ്റും വേഗം വരും, സപ്പോർട്ടും കൂടെ ഉണ്ടാവും. ഇനി എങ്ങാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സമരം നടത്തി വലിയ പരിചയമുള്ള പ്രതിപക്ഷത്തുള്ളത്. അതിനകത്ത് സംഘടന ഭയങ്കര ശക്തമാണ്. ഒരു വെറുതെ നേരം ഉണ്ടാവില്ല. എങ്ങനെ നോക്കിയാലും നമ്മൾ സേഫാ. പിന്നെ മറ്റുള്ള മേഖലയിലെ തൊഴിൽ സംസ്കാരമല്ല ഇതിനകത്തുള്ളത്. മറ്റുള്ള മേഖലക്കകത്ത് പരസ്പരം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ തെറി വിളിക്കുന്ന സമയത്ത് ഇവിടെ സാറേ 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 വിളി മാത്രമേ ഉള്ളൂ. അയ്യൂബ് സാറ് ഇതിനകത്തുള്ള ലീഗിൻ്റെ STU സംഘടനേൻ്റെ എന്തോ സംസ്ഥാന ഭാരവാഹിയാണ്. ഹലോ, ഞാൻ CITUവിൻ്റെ ഭാരവാഹിയാണ്. പിന്നെ ശ്രീധർ സാറ് INTUCൻ്റെ ഭാരവാഹിയാണ്. സുബീർ സാറ് BMSൻ്റെ ഭാരവാഹിയാണ്. സംസ്ഥാന ഭാരവാഹികളാണ്.
ഇവരൊക്കെ ഒറ്റക്കെട്ടായി തൊഴിൽ കഴിഞ്ഞിട്ട് സാറേ വിളിച്ചാൽ പോവുക. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പോകുന്ന നിങ്ങൾ കണ്ടുക്കണോ? ഇവിടെ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭരണം പോയാലും പ്രശ്നമില്ല, മറ്റവൻ്റെ കയ്യിൽ ഉണ്ടായാൽ മതി. ഹലോ, ഞാൻ നിൽക്കുന്നതിൻ്റെ ഭരണം പോയാലും കുഴപ്പമില്ല, ഇപ്പുറത്തെ അയ്യൂബിൻ്റെ അടുത്തുണ്ടായാൽ മതി, ഇപ്പുറത്തെ ശ്രീധരൻ്റെ അടുത്തുണ്ടായാൽ മതി. ലെഫ്റ്റും റൈറ്റും ആണല്ലോ ഇവർ നിൽക്കുന്നത്, വേറെ ഒന്നും നോക്കാനില്ല. അതാ ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഗുണം. ഇനി എനിക്കുണ്ടായാൽ ഒരു രണ്ടാളും കൂടെ വന്നാൽ മതി. റമീസ് സാർ അതിൻ്റെ ആളാട്ടോ, പറയാൻ വിട്ടുപോയതാണ്. മുമ്പ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ അതിന് കൊടുത്തിട്ടുള്ളുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. പൊളിറ്റിക്കൽ സപ്പോർട്ട്, ട്രേഡ് യൂണിയൻ സപ്പോർട്ട്, ലോകത്തെ ഏറ്റവും കൂടിയ വളർച്ച വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി നിലയ്ക്കുള്ള അതിനൊരു സപ്പോർട്ട്, കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട്, ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്നൊരു മേഖലയാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ ഉമർ ഉസ്താദ് എൻ്റെ ടീമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇയാൾ എന്താവുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഹലോ, അല്ല അങ്ങനെ തോന്നാനുള്ള കാരണം മൂപ്പര് ഒരു ഡ്രസ് കോഡും മൂപ്പര് ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഇത് നടക്കുമെന്ന്. പക്ഷേ പിന്നെ കാണുന്നത് ഏറ്റവും മുമ്പിൽ ഓടുന്ന മൂപ്പര കൂടെ ഞങ്ങൾ ഓടി എത്തുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അമരി വളർച്ചയില്ലേ. പിന്നെ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ 2 മക്കളെയും നാട്ടിലുള്ളവനെയും ഗൾഫുള്ളവനെയും വിളിച്ചു വരുത്തിയിട്ട് കൂടെ ഒരുമിച്ചിറക്കിയ ഏക ലീഡർ അതാണ്. അല്ല, സ്വന്തം ഉപ്പാക്ക് സ്വന്തം മക്കളെ ഭാവിയിലകത്ത് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാവില്ലേ? അപ്പോൾ 2 മക്കളെയും വിളിച്ച് ഫുൾ ടൈം ഇത് ചെയ്താൽ മതി എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനകത്തുള്ള ബിലീഫ് എന്തായിരിക്കും നമുക്ക് ഊഹിച്ചറിഞ്ഞൂടെ? ഞാൻ പറയാം 9 മക്കളെന്നാ. അങ്ങനെ 2 3 എവിടെയും ഫാമിലി ബിസിനസ് എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരുന്ന എൻ്റെയർ ഏജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ അയാളാണ്. ആള് ഭാര്യ മക്കൾ എല്ലാവരും വിളിച്ചിട്ടാ പോവുക. അതുകൊണ്ട് എന്താ, ഒരു GTS മൂപ്പറിന് ടീം ഉണ്ടാവും. മൂപ്പരും ഭാര്യ മക്കളോട് കയറിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഹോം മീറ്റിങ്ങിന് ആള് കുറവില്ല. ഇപ്പൊ കലാപരിപാടി നന്നായിട്ട് മോനെ പഠിപ്പിക്കുകയും ചെയ്തത്. ഇതിലേക്കാൾ കൂടുതൽ എങ്ങനെ ഒരു ബിലീഫ് പാസ് ചെയ്യാൻ പറ്റുക? ഒരാൾ പറയുന്നതല്ല, ഒരാൾ ചെയ്യുന്നതല്ലേ പ്രധാനം. ഹലോ, ചെയ്ത് കാണിക്കുന്നതല്ലേ പ്രധാനം. ആ ചെയ്ത് കാണിച്ചുകൊണ്ട് റോൾ മോഡലായി നമ്മളെ കൂടെ വന്നു അയാളെല്ലാ പരിമിതികളും ബ്രേക്ക് ചെയ്ത് എൻ്റെയർ ഏജിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റായി ഏറ്റവും വേഗത്തിൽ, ഇത്ര വേഗത്തിൽ CTC ആയ വേറൊരു ലീഡർ ഇല്ല. അവർ കയ്യിലേക്ക് കൊടുത്തൂടെ? ആ വേഗത നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം വളർന്നുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെയർ ഏജിലെ ഏറ്റവും വേഗത്തെ ITC ആയി അദ്ദേഹം മാറട്ടെ. നിങ്ങളത് മാറ്റണം എന്നാ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനൊക്കെ ഹൃദ്യമായ നന്ദിയും വിജയാശംസകൾ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്.